പക്ഷേ സമൂഹത്തിൽ അതുകൊണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സാധുക്കൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് വാങ്ങൽ ഒരു നല്ല കർമ്മമാണ്, പുണ്യകർമ്മമാണെന്നും വിചാരിച്ചിട്ട് അതിനു വേണ്ടി തുനിയാതെ പാവപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കുമ്പോ പാവപ്പെട്ടവർ അവര് ചോദിക്കരുത്, സ്ത്രീധനം ചോദിക്കരുത്. ഇനി ഞാൻ ഒന്നുകൂടി പറയാം, പണക്കാരായ ആളുകൾ പാവപ്പെട്ട കുടുംബത്തിൽ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്റെ കാര്യം ഞാൻ പറയണത്, വലിയൊരു കോടീശ്വരം പോയിട്ട് ഒരു ചെറ്റപ്പുരയിൽ വിവാഹം കഴിച്ചാൽ ആ കുടുംബത്തിൽ ഒരു കാലത്തും സമാധാനം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ കവർ ചെയ്ത് പോകാൻ ഈ കുടുംബത്തിന് കഴിയില്ല. അപ്പൊ എപ്പോ നോക്കിയാലും ഇവരെ കുടുംബങ്ങൾ തമ്മിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ പണക്കാര് വിവാഹം കഴിക്കേണ്ടത് പണക്കാരെ മക്കളെ തന്നെയാണ്, സാധുക്കൾ വിവാഹം കഴിക്കേണ്ടത് സാധുക്കളെ മക്കളെയാണ്. സാധുക്കൾ പണക്കാരെ കെട്ടിയാലും അങ്ങനെ തന്നെയാണ്. സാധുക്കൾ പണക്കാരെ വിവാഹം കഴിച്ചാലും കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് പോകില്ല. കാരണം ജ്യേഷ്ഠൻ കെട്ടി ഭയങ്കര ഒരു പണക്കാരെത്തിയായി, ഇവൻ കെട്ടിയത് വളരെ പാവപ്പെട്ട ചേട്ടപ്പര്. ഇത് രണ്ടും കൂടി വരുന്ന ഒരു വീട്ടിൽ. അപ്പൊ എന്തായി? ആ വീട്ടിൽ നിന്ന് എപ്പോഴും ഈ ജ്യേഷ്ഠത്തിന്റെ ഭാര്യയും അച്ഛന്റെ ഭാര്യയും തമ്മിൽ ഇങ്ങനെ, ഇവള് ഒരു ഹുങ്കിലായിരിക്കും, അവര് പണക്കാരിയാണ്, ഇവളൊന്നിനും കൊള്ളാത്തുള്ളത് ഉമ്മാക്കൂട്ടാവും ധാരണ. മറ്റേ കുടുംബത്തിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും. 100 അനുഭവങ്ങളിലുള്ളോടെ പറയും. ഞാൻ ഈ സിറാജുലുദ്ദീന്റെ എളിയ പ്രവർത്തകനായതുകൊണ്ട് പലരും നേർച്ചയും പ്രശ്നങ്ങളും പറയും. ഞാനൊരു ചികിത്സ ഉണ്ടാവുന്നല്ല. അപ്പൊ അവർ പറയുന്ന 100 പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഇതുകൊണ്ട് പല പ്രശ്നങ്ങളും സമൂഹത്തിലുണ്ടാകും. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ വിവാഹത്തിന് സഹായങ്ങൾ സംഘടിപ്പിക്കുക പരമാവധി. SSFും SOക്കെ ചെയ്യുന്ന അതാ. 50ാം വാർഷികത്തിന് 50 പെൺകുട്ടികളെ കല്യാണം, 40ാം വാർഷികത്തിന് 40 പെൺകുട്ടികളെ കല്യാണം, സിറാജുലുദ്ദീന്റെ 10ാം വാർഷികത്തിന് 20 പെൺകുട്ടികളെ കല്യാണം. ഇങ്ങനെയാണ് ഞങ്ങളെ പ്രവർത്തനം.